പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം. ചെറിയ ചാറ്റമഴയുണ്ട്, നല്ല സുഖമാണിന്ന്. പകൽ മുഴുവൻ ഭയങ്കര ചൂടായിരുന്നു. ഇപ്പോഴും ചെറിയ ചാറ്റമഴയൊക്കെ ഉണ്ടാവുകൊണ്ട് നല്ല ഒരു അന്തരീക്ഷമാണ്. അപ്പോൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ മാർക്സിസ്റ്റ് പാർട്ടിക്കാരുടെ നേതാക്കന്മാർ വന്നിട്ടിപ്പം ഈ ചാനലുകളിലൊക്കെ വന്ന് മെഴുകി അവരുടെ ചില കാര്യങ്ങളൊക്കെ ന്യായീകരിച്ച് നാശമായി എന്നുവെച്ചാൽ മെഴുകി നശിക്കുക എന്നൊക്കെ പറയും എന്ന് പറഞ്ഞ പോലുള്ള ചില കാര്യങ്ങളുണ്ട്. അതിൽ ഇന്നത്തെ ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ ചിറ്റപ്പൻ ഇ പി ജയരാജനെ പണ്ടത്തെ വിമാനത്തിലെ നടത്തിയ സംഭവമൊക്കെ ഇപ്പോൾ വീണ്ടും കേസായി. അപ്പോൾ അതിനെ ന്യായീകരിച്ചുകൊണ്ട് പുള്ളിയുടെ വർത്തമാനം കേൾക്കുമ്പം നമ്മൾ സാധാരണക്കാർക്ക് ചിരിക്കാനല്ലാതെ ഒക്കത്തില്ല. അതുപോലെയാണ് പുള്ളിയുടെ വർത്തമാനം. അതുപോലെ PMC പദ്ധതിയെപ്പറ്റി നമ്മുടെ ഗോവിന്ദ മാസ്റ്റർ, AA റഹീമെ ഒക്കെ ഓരോ കാര്യങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കത് ചിരി വരും. അപ്പം ഒടുവിൽ ഈ പൂമരം സ്വരാജ്, പക്ഷേ പുള്ളിയെ പൂമരം എന്നാണ് എല്ലാവരും അറിയപ്പെടുന്നത്. സ്വരാജാണ് ലാസ്റ്റ് പറഞ്ഞത്, ഒപ്പിട്ടു, പക്ഷേ ഒരിക്കലും നടപ്പാക്കാൻ ഉദ്ദേശിക്കാത്ത ഒരു പദ്ധതിയിലാണ് ഞങ്ങൾ ഒപ്പിട്ടത്. ഇവരെയൊക്കെയാണോ നമ്മൾ ഭരിക്കാൻ ഏർപ്പെടുത്തേണ്ടത്? ഒരു രണ്ടാം കിട തരികിടക്കാരനാണേലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നടപ്പാക്കും. ഒരിക്കലും നടപ്പാക്കാൻ ഉദ്ദേശിക്കാത്ത ഒരു പദ്ധതിയിൽ കൊണ്ട് ഒപ്പിട്ടു. എന്തിനാ ഒപ്പിട്ടു? ഇവരൊക്കെയാണോ നമ്മളെ ഭരിക്കേണ്ടത്? ഒരു കാര്യം നേരാവണ്ണം ഒരു വാക്ക് പറഞ്ഞാൽ വാക്ക് ആണെന്ന് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, അപ്പോൾ നമ്മൾ അയൽവക്കത്തുകാരനുമായിട്ട് നമ്മളൊരു കരാർ എഴുതിയൊന്നും ഒപ്പിട്ടില്ല. ഒരു കാര്യം പറയണം, നീ നാളെ ഒരു ജോലിക്ക് വരണേ, വന്നേക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വരും. അതിന് അത്രയും പോലും വിശ്വാസതയില്ലാത്ത ഈ പൂമരം സ്വരാജൊക്കെ പറഞ്ഞ് ഒരിക്കലും നടപ്പാക്കാൻ ഉദ്ദേശിക്കാത്ത ഒരു പദ്ധതിക്കാണ് ഞങ്ങൾ ഒപ്പിട്ടെന്ന്. ഇതുപോലുള്ളവരെ ഒരിക്കലും ഒരു നേതാക്കന്മാരായിട്ട് കാണുകയും ചെയ്യരുത്, ഇവരുടെ വാക്കുകൾ കേൾക്കുകയും ചെയ്യരുത്. കേട്ട് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ എന്തോ വിശ്വാസം ഇവർക്കുള്ളത്. ഇവരെ നമ്മൾ യാതൊരു കാരണവശാലും ഭരിക്കാൻ ഏർപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഭരണത്തിലെത്തിക്കുകയോ ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.